നമസ്കാരം. നമ്മൾ വീടിൻ്റെ അലമാരികളോ അല്ലെങ്കിൽ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഒന്ന് ചെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇപ്പം ഞാനെന്തായി പറയണതെന്ന് ഓർത്തോണ്ടായിരിക്കും അല്ലേ. നമ്മുടെ അലമാരികളിലും നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങൾ, നല്ല പാത്രങ്ങളിലും നമ്മൾ എന്താണെന്നറിയാമോ സൂക്ഷിച്ച് വെച്ചേക്കണേ? ആരെങ്കിലും വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ. ഒട്ടുമിക്ക വീടുകളിലും ഉണ്ട്. നല്ല ബെഡ്ഷീറ്റുകൾ സൂക്ഷിച്ച് വെക്കുക. അതേപോലെ നല്ല പാത്രങ്ങൾ വീട്ടിലുള്ളവർ സ്റ്റീലിൻ്റെ പ്ലേറ്റിലോ അലുമിനിയത്തിൻ്റെ പ്ലേറ്റിലോ തിന്നാൻ ശ്രമിക്കും ഇല്ലേ. അവർ ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെയുള്ള സ്റ്റീൽ പ്ലേറ്റിലായിരിക്കും മിക്കവാറും പേര് ഭക്ഷണം കഴിക്കുന്നത്. അത് തന്നെ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ പോലും വില കൂടിയ പാത്രങ്ങൾ സൂക്ഷിച്ച് വെച്ചേക്കും, ആരെങ്കിലും വിരുന്നുകാർ വന്നാലോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള വീടുകളിലുണ്ടല്ലോ, ഞാൻ ഒരു 98% പറയാം, ആരും വരാറില്ല. അവർ ഈ പാത്രങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും. ആരും ആ വീട്ടിലേക്ക് വരാറില്ല. വന്നാൽ തന്നെ അവർ പുറത്തുനിന്ന് ഒന്നെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വന്ന് ഇരുന്നു എന്തെങ്കിലും നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യൂസോ കുടിച്ചിട്ട് അവർ സ്ഥലം വിടുകയും ചെയ്യും. ഈ പാത്രങ്ങൾ അവിടെ ഇരിക്കുകയും ചെയ്യും. ഇവരത് ജന്മത്ത് ഉപയോഗിക്കില്ല. പിന്നെ ചിലരുണ്ട് വലിയ വലിയ പാത്രങ്ങൾ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അതായത് ബിരിയാണി ഉണ്ടാക്കാനുള്ളത്, അതേപോലെ ചോറ് ഒത്തിരി ഉണ്ടാക്കാനുള്ള, ആരെങ്കിലുമൊക്കെ വന്നാലോ ഇല്ലേ, ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് പാത്രങ്ങൾ വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് അത് 5000, 7000 രൂപയ്ക്കൊക്കെ മേടിച്ച് വയ്ക്കുന്നവരും ഉണ്ട്. ബെഡ്ഷീറ്റുകൾ 2000, 5000, 3000 എന്നൊക്കെ പറഞ്ഞ് ബെഡ്ഷീറ്റുകൾ മേടിച്ച് ഇങ്ങനെ അടുക്കി വെച്ചേക്കും. എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും വന്നാലൊരു പെട്ടെന്നൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് കൊടുക്കാൻ. ആ ബെഡ്ഷീറ്റ് അവിടെ ഇരുന്ന് പൂത്ത് കെട്ടിപ്പോവല്ലാണ്ട് ആ ബെഡ്ഷീറ്റ് ഒട്ടും ഉപയോഗിക്കുകയില്ല. ശരിയാണോ ഞാനീ പറഞ്ഞത്? ആരും ഇവരുടെ വീട്ടിലേക്കൊട്ട് വരികയില്ല, ആരും വരികയില്ല. ഇതിങ്ങനെ സൂക്ഷിച്ച് പെറുക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ഉപയോഗിക്കാനല്ലേ നമ്മുടെ ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിച്ചു എന്ന് ഓർത്താൽ നമുക്ക് വല്ല ചൊറിയോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ ലോകത്തിലെ ഏതെങ്കിലും സുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ അവിടെയും ജീവിക്കുന്നത്. നമ്മൾ നല്ല എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളുള്ള വീടാണെങ്കിൽ പറയണം കേട്ടോ, ആരെങ്കിലും കയറി വന്നാൽ കൊടുക്കാൻ എന്തെങ്കിലും വെച്ചേക്കണം കേട്ടോ, അതവിടെ വെച്ചേക്കാം. ഞാനും കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഇഷ്ടം പോലെ. ഏതെങ്കിലും ടിന്നിലിട്ട് വെച്ചിട്ട് പറയും, അയ്യോ പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി അത് എടുക്കരുത് കേട്ടോ, ബിസ്ക്കറ്റൊക്കെ വെച്ചേക്കണം കാണാം, അതെടുക്കരുത് കേട്ടോ, അത് പിന്നെ തരാം, അത് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് തരാമെന്ന് പറയും. അതായത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കും ഇല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കുക ശരിയാണോ എന്ന്. എല്ലാ കാര്യങ്ങളും അതെ. അതേപോലെ ഡ്രസ്സുകൾ മേടിച്ച് ചില സ്ത്രീകളും പുരുഷന്മാരും വെച്ചേക്കണതാണ്. കല്യാണത്തിന് ഉടുക്കാനാണെന്ന് പറഞ്ഞ് കുറച്ച് വെച്ചേക്കും. അതായത് നല്ല സാരികളൊക്കെ മേടിച്ച് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഉടുക്കാനാട്ടോ എന്ന് പറയും. ഒരു ഫംഗ്ഷനും അത് ഉടുക്കുകയില്ല ഇവർ. ഫംഗ്ഷന് പോകുന്ന ദിവസം മഴയാണെങ്കിൽ അവർ പറയും ആ സാരി ഉടുക്കണ്ട, എന്നാൽ ഇനി വേറെ സാരി ഉടുത്തേക്കാം, അല്ലെങ്കിൽ പറയാം അത് വേണ്ട വേറെ എടുക്കാം, ആദ്യത്തെ വേറെ ഫംഗ്ഷൻ ഉടുക്കാം എന്നിങ്ങനെ പറയും. അതും നമുക്ക് കൊടുക്കാം. നമ്മളെ ജീവിതത്തിൽ നമ്മളുണ്ടല്ലോ, നന്നായിട്ട് നടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഞാനൊരു കഥ പറയട്ടെ. അതായത് ഒരാൾ ഇന്ന് സ്ഥിരം ഈ ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നയാളായിരുന്നു. രാവിലെ എണീറ്റ് അയാൾ ചായക്കടയിലേക്ക് പോകും. അപ്പം അയാൾ പോകുന്ന വഴിക്ക് ഒരു ദിവസം അയാൾ പോകുമ്പോൾ അയാളുടെ കുറേ കൂട്ടുകാരന്മാരും കൂടെ കാണും. അവർ ചായക്കടയിൽ പോയിരുന്നു ചായ കുടിക്കുക. അങ്ങനെ ഒരു ദിവസം ചെന്നപ്പം എന്നും അവിടെ ഇരുന്ന് കുറച്ച് നേരം പത്രമൊക്കെ വായിക്കും. ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ പത്രം ഇങ്ങനെ വായിക്കാൻ നേരത്തെ ഒരു കണ്ണടയൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്ത് പുള്ളി. എന്നിട്ട് ഇങ്ങനെ പത്രം തലതിരിച്ച് വെച്ച് വായിക്കുക. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, ഇതെന്നെ ഇങ്ങനെ വായിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി കണ്ണട താത്തി മൂക്കിൻ്റെ ഈ തുമ്പിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ മൂളിക്കോടെ നോക്കിയിരുന്ന് വായിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ചോദിച്ചു, ഇതെന്നെ കാണത്തില്ല, ഇതെന്നെ പുതിയത് മേടിച്ചാണോ എന്ന് ചോദിച്ചപ്പം അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് എവിടുന്ന് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, അത് കിട്ടി എനിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ പവർ എത്രയാണ് അതെനിക്കറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഇവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ റോഡിൽ കിടന്ന് കിട്ടിയതാ, കളയണ്ടല്ലോ എന്നോർത്തോണ്ട് ഞാൻ എടുത്തോണ്ട് പോകുന്നതാ, ചുമ്മാ കിട്ടിയതല്ലേ ഇരിക്കട്ടെ എന്നിങ്ങനെ ഇല്ലേ. നമ്മളും ഇങ്ങനെയൊക്കെയല്ലേ, ചുമ്മാ കിട്ടിയതല്ലേ ഇരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് സൂക്ഷിക്കണ സാധനങ്ങളും ഇല്ലേ. ഒരു പ്രയോജനവും ഇല്ലായിരിക്കും, നമുക്കൊരു ഉപകാരവും ഇല്ലാത്തതായിരിക്കും നമ്മൾ ചിലപ്പോൾ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അതേപോലെ നമ്മുടെ വീടിനകത്ത് ഈ ഫർണിച്ചറായിട്ടും പാത്രങ്ങളായിട്ടും കുത്തി തിരികെ വെച്ചിട്ട് പൊടിയും കയറി കാറ്റും അടിക്കില്ല, ഒന്നുമില്ലാണ്ട് കുറേ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കും അല്ലേ. ആർക്കും എടുത്തു കൊടുക്കില്ല. പഴകിയ ഡ്രസ്സാണെങ്കിൽ പോലും ഒന്ന് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റാവുന്ന ഡ്രസ്സുകൾ വല്ലവർക്കും ദാനം കൊടുക്കാൻ പാടില്ലേ, അതും ചെയ്യില്ല. 15 വർഷമായതും 10 വർഷമായതാന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കും. കാരണം എന്നാ, ഉപയോഗിക്കുന്നില്ല. ശരിയാണോ?
നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത് എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനിപ്പോൾ നിർത്തി. ഞാൻ നല്ല പ്ലേറ്റിലേ ചോറുന്നുള്ളൂ, നല്ല പ്ലേറ്റിലെ കാപ്പി കുടിക്കുകയുള്ളൂ. എന്തിനാ നമ്മളാ മേടിച്ചു വെച്ചേക്കുന്ന പാത്രം പൊട്ടിപ്പോയാൽ പോട്ടെ, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഉപയോഗിച്ചു എന്നുള്ള സംതൃപ്തിയെങ്കിലും വേണ്ടേ? കുറേ പാത്രങ്ങൾ ഇങ്ങനെ മേടിച്ചു വയ്ക്കും. ബെഡ്ഷീറ്റുകൾ ആണെങ്കിലും നല്ല ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് മേടിച്ചു വെച്ചു. അതൊക്കെ എടുത്ത് ഞാൻ വിരിച്ച് കിടക്കാൻ തുടങ്ങി. കാരണം എന്നാ, നമ്മളാർക്ക് വേണ്ടിയാണ്? നമ്മളെ തന്നെ നമ്മൾ VIP ആയിട്ട് കണ്ടു നോക്കിയെന്നേ. എന്തിനാണ് നമ്മൾ മോശമാകണത്? നമ്മളിനി ആര് VIP ആകാനോ? നമ്മളെവിടെയെങ്കിലും പോയിട്ട് കിടക്കാനോ പെറുക്കാനോ പോകുന്നുണ്ടോ? നമുക്കാരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മളായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കാനുള്ള ഭക്ഷണങ്ങൾ, നമ്മൾ ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങൾ, പാത്രങ്ങൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ച് തീർക്കുക, സൂക്ഷിച്ചു വെക്കാണ്ടിരിക്കുക. മറ്റുള്ളവർക്ക് പിന്നെ ഒരു ഉപകാരവും ഇല്ലെങ്കിലും ആവശ്യമില്ലാത്ത വാങ്ങിക്കൂട്ടാതിരിക്കുക. നമ്മൾ എപ്പോഴും കടകളിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങും, നമുക്കൊരാവശ്യമില്ലായിരിക്കും. ചിലർ പാത്രങ്ങളൊക്കെ എന്തോരം വാങ്ങി മേടിക്കുമെന്നറിയാവോ? എന്തിനാന്ന് പോലും അറിയത്തില്ല. ഉപയോഗിക്കാതെ എന്തോരം പാത്രങ്ങൾ ഇരിപ്പുണ്ടായിരിക്കും അലമാരിക്കകത്ത്, ഇല്ലേ? നോൺ സ്റ്റിക്കിൻ്റെ തന്നെ ഒരു കെട്ടിരിപ്പുണ്ടായിരിക്കും, ഓട്ടുപാത്രങ്ങളുടെ തന്നെ ഒരു കെട്ടുണ്ടായിരിക്കും, അലുമിനിയം പാത്രങ്ങളുടെ ഒരു കെട്ടുണ്ട്, സ്റ്റീലിൻ്റെ. ഇപ്പം അപ്പച്ചമ്പ് പോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് കൂട്ടൊരു 3 കാണും. ചായ ഉണ്ടാക്കാനുള്ളൊരു പാനുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു 2, 3, 4 എണ്ണം കാണും. എന്തിനാണെന്ന് വെച്ചാൽ കാണുമ്പോൾ മേടിക്കുക, ചായ ഉണ്ടാക്കാൻ ഈ പാത്രം മേടിക്കുക അല്ലേ എന്നൊക്കെ ഓർത്തുകൊണ്ട് പിന്നെയും മേടിച്ച് കൂട്ടും. എന്നിട്ട് അത് വാഷ് ബേസിനിൽ ഇങ്ങനെ കൂട്ടി ഇട്ടിരിക്കും. അവസാനം ഏതെങ്കിലും ഒരു സമയത്ത് കഴുകും. എന്നിട്ട് പറയും മടുത്തേ, അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ പണികളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കും. എന്നിട്ട് നമുക്ക് പണി തീരുന്ന സമയവും കാണുകയില്ല. ശരിയാണോ ഞാനീ പറയുന്നത്? ഇതെല്ലാ സ്ത്രീകൾക്കും പറ്റുന്നതാട്ടോ. നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ സന്തോഷം അതിൽ കണ്ടെത്തുക. എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുക. ചിലരുണ്ട് വാഷിംഗ് മെഷീൻ കറണ്ട് ലാഭിക്കാനാണെന്ന് പറയും. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും പുറത്തു കൊണ്ട് തുണി അലക്കിയിട്ട് നട്ടുവേദനയോ പുറമേനെ ഞാൻ പണിയെടുത്ത് മടുത്തു എന്ന് പറയും. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പറ്റില്ലേ, നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ടോളുക. കറണ്ടൊന്നും നോക്കണ്ട, ഒത്തിരി കറണ്ടൊന്നും ആവില്ല. അതല്ലാതെ തന്നെ നമ്മൾ പിന്നെ എന്തിനാ ഈ സാധനം മേടിച്ച് വെച്ചേക്കുന്നത്? നമുക്ക് ഉപയോഗിക്കാനല്ലെങ്കിൽ പിന്നെ ഈ സാധനം എന്തിനല്ല നമ്മൾ ഉപയോഗിക്കുന്നത്? പല സാധനങ്ങളും ഉണ്ട്. പണ്ടൊക്കെ ഉള്ളവരെ മിക്സിയോ ഗ്രൈൻഡറോ ഒക്കെ അവന് കല്ലിലാട്ടിയും അരച്ചും ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ എല്ലാ സൈസ് ഉപകരണങ്ങളും നമുക്കായി. പക്ഷേ നമ്മൾ എന്തിനു മേടിച്ചു വെച്ചേക്കണമെന്ന് പോലും അറിയത്തില്ല. പല സാധനങ്ങളും ഉപയോഗിക്കാത്തതുകൊണ്ട്. അതേപോലെ ബ്രെഡ് ഉണ്ടാക്കുന്നത്, ഓവൻ, ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്ന സാധനമൊക്കെ ഇല്ലേ, പല വീടുകളിലും ചുമ്മാ ഇരിപ്പുണ്ട്. ഓവനൊക്കെ ഉപയോഗിക്കാൻ പോലും പറ്റാതെ എന്തോരം അടുത്തായിരിക്കുന്നത്. ഇല്ല, ശരിയാണോ? നമുക്ക് എന്തിനു മേടിക്കുന്നത്, നമ്മുടെ കയ്യിലെ പൈസ കളഞ്ഞ് എന്തിനു മേടിക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല. മിക്സി ഉണ്ടെങ്കിൽ അത്യാവശ്യം ഗ്രൈൻഡറിൻ്റെ പണിയും കൂടെ നടക്കും. എന്നാലും നമ്മൾ ഗ്രൈൻഡർ മേടിച്ച് വയ്ക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു അഭിപ്രായം കൂടെ ഉണ്ട് കേട്ടോ. ചൂടാകാതെ, മാവ് ചൂടാകാതെ ഒരാഴ്ചത്തേക്കൊക്കെ അരച്ച് വയ്ക്കാൻ പറ്റുമെന്ന്. നമ്മളെന്തിനാ അങ്ങനെ അരയ്ക്കാൻ പോകുന്നത്? നമുക്ക് 2 ദിവസത്തേനുള്ള അരച്ചാൽ പോരെ, ശരിയല്ലേ? എന്നാലും നമ്മൾ ഒരാഴ്ചത്തേക്കൊക്കെ അരച്ച് വെക്കാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഗ്രൈൻഡറും കൂടെ മേടിക്കും. പോട്ടെ, അത് മേടിച്ചു. അത് കഴിയുമ്പോൾ നമ്മൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ച് കൂട്ടി വീടിനകത്തേക്കുണ്ടല്ലോ കറക്റ്റ് നമുക്ക് നടക്കാനുള്ള വഴിയേ കാണുള്ളൂ. അതുപോലെ സാധനങ്ങൾ തിക്കി നിരക്കി വെച്ചേക്കും. ഒരു നമ്മളൊട്ട് ഉപയോഗിക്കുകയില്ല. എന്തിനാന്ന് ചിലപ്പോൾ ചിന്തിക്കൂല്ലേ? നമ്മൾ പരമാവധി സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ അലമാരികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ മേടിച്ച് ഉപയോഗിക്കുക. ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത് കീറാത്തതൊക്കെ അത്യാവശ്യം നല്ല ഡ്രസ്സുകളാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക. അതേപോലെ പാത്രങ്ങളാണെങ്കിലും നമുക്ക് ഉപയോഗമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഉപകരണങ്ങളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നില്ല, 6 മാസം 1 വർഷത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക. നമ്മുടെ ആ സ്ഥലവും കൂടെ ചുമ്മാ വേസ്റ്റാക്കി കളയാണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനുള്ളൊരു സംതൃപ്തി ഉണ്ടാകും. അല്ലാതെ ചുമ്മാ കിട്ടിയതല്ലേ, അല്ലെങ്കിൽ അതല്ലേ. ചില വീടുകളിലുണ്ട് ഓരോരുത്തർ ഗിഫ്റ്റായിട്ടൊക്കെ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും. അത് ആ വീട് നിറച്ച് കാണും. ചില സമയം ചില പെരയൊക്കെ കയറി താമസത്തിനൊക്കെ ചില സാധനങ്ങൾ കിട്ടില്ലേ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ കവറ് പോലും പൊട്ടിച്ചിട്ടില്ല. ഗിഫ്റ്റ് കൊണ്ട് കൊടുത്താന്നാണ് പറഞ്ഞത്. കവറ് പോലും പൊട്ടിക്കാതെ ഒരു മുറിയുടെ പകുതിയോളം അടുക്കി വെച്ചേക്കുക. അപ്പം ചുമ്മാ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, എന്താന്ന് പോലും പൊട്ടിച്ചു പോലും നോക്കിയില്ല, അവിടെ കിടക്കുക, നമുക്കിതിന് സമയമുണ്ടോയെന്ന്. നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി കൊടുക്കാതിരിക്കുക. കൊടുത്താൽ ഇവരിങ്ങനെയാണ് കാണിക്കുന്നത്. നമ്മളവർക്കും അവർക്ക് കൊണ്ട് കൊടുത്ത സന്തോഷമായല്ലോ, അയ്യോ ഒന്നും കൊടുക്കാതെ എങ്ങനെയാണ് പോകുന്നത്, ഒരു പെരെ കയറി താമസത്തിനൊക്കെ എങ്ങനെയാണ് ചുമ്മാ കൈയും വീശി പോകുന്നത് എന്നോർത്തുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നുമില്ല.
നമ്മൾ കൈയും വീശി ചെന്നാലും നമ്മളെ വിളിച്ചിട്ടല്ലേ നമ്മൾ പോകുന്നത്, വിളിക്കാതെയല്ലല്ലോ പോകുന്നത്. അത് തന്നെയല്ല, അങ്ങനെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവർക്കത് ചേരുന്ന സാധനങ്ങളായിരിക്കില്ല. എനിക്കറിയാവുന്ന ഒരു നല്ല വലിയൊരു വീട് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നതാണ്, ആരും ഗിഫ്റ്റ് കൊണ്ട് തന്നേക്കരുത് കേട്ടോ, അവർ അറേഞ്ച് ചെയ്താണ് സാധനങ്ങൾ ആ മുറിക്കകത്ത് ആ വീടിനകത്ത് വെച്ചിട്ടുള്ളൂ. ഓരോ മുറിയിൽ ആവശ്യത്തിനുള്ളത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്നേക്കരുത് കേട്ടോ, എല്ലാം ഉണ്ടെന്ന്. അതുപോലെയാണ് ഓരോരുത്തരും ഓരോ വീട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ, അങ്ങനെയാണ്. എന്നാൽ നമ്മൾ സാധാ പാവങ്ങളായ മനുഷ്യർ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തുമ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കുക, അവർക്കത് ഉപകാരമായിരിക്കും എന്നോർത്തോണ്ട് അവർക്ക് ഉപകാരമുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഉപകാരമില്ലാത്ത ഒരു സാധനം ആർക്കും കൊടുക്കാതിരിക്കുക, ഇല്ലേ? പാത്രങ്ങളൊക്കെയാണ് പിന്നെ ഉപകാരമുണ്ട്. ചിലർ കണ്ട കായും പൂവും ഒക്കെ ഉള്ള ഫ്ലവർ വൈസും അതും ഇതും ഒക്കെ കൊണ്ടു കൊടുക്കും. ഒരു പ്രയോജനമില്ല. വല പിടിച്ചും പൊടി പിടിച്ചും ആസ്മ പിടിച്ചും അവിടെയുള്ളവർ അനുഭവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കളയാൻ പറ്റുമോ? അതുമില്ല, ഇല്ലേ? കളയാനും പാടില്ല, വെച്ചോണ്ടിരിക്കാനും പറ്റില്ലാത്ത ഒരവസ്ഥയിലിരിക്കുന്ന അവസ്ഥകളുമുണ്ട്. അപ്പം നമ്മളിങ്ങനെയുള്ള ഗിഫ്റ്റുകളോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ നമുക്കുള്ള സാധനങ്ങളെടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ മറ്റാർക്കും വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പൊട്ടിപ്പോകുമ്പോൾ പോട്ടേന്നേ, പുതിയത് നമുക്ക് മേടിക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ മനസ്സിനെ സംതൃപ്തരാക്കുക. നമ്മൾ നല്ല പ്ലേറ്റിലാണല്ലോ കഴിക്കുന്നത്, നമുക്കിതിനൊക്കെ കഴിക്കാനുള്ള ഇതുണ്ടല്ലോ എന്നോർക്കുക. അല്ലാണ്ട് നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ കഴിച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക. ഈ പൂച്ചയ്ക്കും ഒക്കെ ഭക്ഷണം കൊടുക്കും പോലെയാണ് പലരുടെയും ഭക്ഷണ രീതി. അവരേതെങ്കിലും മോശം ഒരു പ്ലേറ്റ് എടുത്തു വെച്ചു, അതിലേക്ക് കുറച്ച് ചോറും ഇട്ടു, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും പലഹാരം ഇട്ടു കഴിച്ചു. എന്തിനാ അങ്ങനെ? നമുക്ക് നന്നായിട്ട് കഴിക്കത്തില്ലേ? നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത്, ഇല്ലേ? ആരെങ്കിലും വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് കൂട്ടൊരെണ്ണം എടുത്തു കൊടുത്തു എന്ന് ഓർത്ത് എന്താ പറ്റുന്നത്? നമ്മളിപ്പോൾ നല്ല പ്ലേറ്റിലാണ് കഴിക്കണമെങ്കിൽ അത് കൂട്ടൊരു പ്ലേറ്റിൽ മറ്റുള്ളവർക്ക് കൊടുത്തു എന്ന് ഓർത്ത് എന്താ പറയുന്നത്? അവർ വല്ലതും പറയും നമ്മളെ? ഇല്ലല്ലോ. അപ്പം നമ്മൾ നന്നായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മാവിനെ നമ്മൾ സന്തോഷിപ്പിക്കുക, അതാ വേണ്ടത് കേട്ടോ. അല്ലാതെ മറ്റുള്ളവരെ എല്ലാം സന്തോഷിപ്പിച്ചിട്ടൊന്നും നമുക്ക് ജീവിതം ഉണ്ടാവില്ല. നമ്മൾ ഈ ലോകത്ത് നന്നായിട്ടൊന്ന് ജീവിക്കാൻ ശ്രമിച്ചേ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക, ബാക്കി പൈസ നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ആവശ്യമുള്ള അനാവശ്യമായി ചിലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫുഡൊക്കെ മേടിച്ചടിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും, ഇല്ലേ? ഇത് നമ്മൾ എന്നു പറഞ്ഞാൽ എന്തോരം പൈസ അനാവശ്യ സാധനങ്ങൾക്ക് വേണ്ടി ചിലവാക്കി കളയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ കൊച്ചു ജീവിതം സന്തോഷമാകാം. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.